പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും പ്രവചന ശബ്ദമായി ദൈവവചനമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗമൊരുക്കിയ സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ ദൈവശബ്ദങ്ങളെല്ലാം ഓർത്ത് ദൈവജനം പ്രാർത്ഥിക്കുന്നു എന്നറിയുന്നതിൽ, കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വലിയ വലുതും ചെറുതുമായ ഒത്തിരി പ്രതിസന്ധിയിലൂടെ, പ്രശ്നങ്ങളിലൂടെ പോകുന്നവരാണ് നമ്മളെല്ലാവരും. ഇതിനെല്ലാം ജയിക്കുവാൻ നമ്മൾ പല മാർഗങ്ങളും നോക്കാറുണ്ട്. പക്ഷേ അതിലെല്ലാം നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. എന്നാൽ പരാജയപ്പെടാതെ ആ പ്രശ്നങ്ങളുടെയൊക്കെ അകത്തുനിന്ന്, ആ പ്രതിസന്ധികളുടെയൊക്കെ അകത്തുനിന്ന് പുറത്തു വരാനുള്ള ഏറ്റവും എളുപ്പ വഴി, ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല വ്യക്തി ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. അത് പരിശുദ്ധാത്മാവാണ്. നിങ്ങളായിരിക്കുന്ന സിറ്റുവേഷൻ്റെ അകത്തുനിന്ന്, നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധിയുടെ, പ്രശ്നങ്ങളുടെ, സാഹചര്യങ്ങളുടെ അകത്തുനിന്ന്, നിങ്ങൾ വീണുപോയിരിക്കുന്ന, നിങ്ങൾ പെട്ടുപോയിരിക്കുന്ന, നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന, നിങ്ങൾ അകപ്പെട്ടു പോയിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്തുനിന്ന് നിങ്ങൾക്ക് തനിയെ പുറത്തു വരാൻ കഴിയാതിരിക്കുന്ന ദൈവജനമേ, ദൈവദാസന്മാരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിന് നിങ്ങളെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സിമ്പിളാണ്. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ ഏൽപ്പിക്കുക. ആത്മനദിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ആത്മനദി എവിടെയൊക്കെ ഒഴുകിയിട്ടുണ്ടോ, അഭിഷേകത്തിൻ്റെ നദി എവിടെയൊക്കെ ഒഴുകിയിട്ടുണ്ടോ, അഭിഷേകത്തിൻ്റെ നദി ഒഴുകിയ ഇടത്തെല്ലാം ദൈവ പ്രവർത്തികൾ നടന്നിട്ടുണ്ട്, അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. മഹാ അത്ഭുതങ്ങൾ. ചിന്തിക്കാൻ കഴിയാത്ത, മനുഷ്യന് നിരൂപിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിടുതലുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും നടന്നിട്ടുണ്ട്. ആത്മനദിക്ക് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുക. അഭിഷേകത്തിൻ്റെ നദി നമ്മുടെ മേൽ ഒഴുകാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അഭിഷേകത്തിൻ്റെ നദി ഒഴുകിയോ നിങ്ങളുടെ പരാജയങ്ങൾ മാറും. ജീവനില്ലാത്ത ഇടത്ത് ജീവൻ ഉണ്ടാകും. ശുദ്ധീകരണമില്ലാത്ത ഇടത്ത് ശുദ്ധീകരണം ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ സംഭവിക്കും. നമുക്ക് സ്വയം മാറാൻ കഴിയാത്ത, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ആ മേഖലകളുടെ അകത്തെല്ലാം പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. നമ്മളെല്ലാവരും ബലഹീനരാണ്, ക്ഷീണിതരാണ്, പലതിലും ബലഹീനരാണ്. പക്ഷേ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയെ ദൈവം അയക്കും. നമുക്ക് നല്ലൊരു കൂട്ടാളിയായി, നല്ലൊരു സ്നേഹിതനായി, നല്ലൊരു സുഹൃത്തായി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. നീ ഒറ്റയ്ക്കെന്ന് പറയരുത്, നിനക്ക് ആരുമില്ല എന്ന് പറയരുത്. നിന്റെ കൂടെ നിൽപ്പാൻ, നിന്റെ കൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, നിന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് പറയരുത്. പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. നിന്റെ ഏത് സാഹചര്യത്തിലും, നീ കറുത്തതാകട്ടെ, വെളുത്തതാകട്ടെ, വിദ്യാഭ്യാസം ഉള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, പണം ഉള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, നീ ആരോഗ്യമുള്ളവനാകട്ടെ, ആരോഗ്യം ഇല്ലാത്തവനാകട്ടെ, നിന്റെ കൂടെ നിൽക്കുന്ന ഒരു നല്ല പരിശുദ്ധാത്മാവുണ്ട്. ജനം മുഴുവൻ നിന്റെ സാധ്യതകളും, നിന്റെ നന്മകളും, നിന്റെ സൗന്ദര്യവും, നിന്റെ ആരോഗ്യവും കണ്ട് നിന്റെ കൂടെ നിൽക്കുമ്പോൾ, നിനക്കൊന്നും ഇല്ല എന്ന് അറിഞ്ഞിട്ടും നിന്റെ കൂടെ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി പരിശുദ്ധാത്മാവാണ്. നിന്നെ സഹായിപ്പാൻ റെഡിയായി നിൽക്കുന്ന, നിന്റെ കാര്യങ്ങൾ പരിഹരിക്കാൻ, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ, നീ നിസ്സഹായനായി നിൽക്കുന്ന മേഖലകളിൽ നിന്നെ കരം പിടിച്ചുയർത്താൻ കഴിയുന്ന നല്ലൊരു പരിശുദ്ധാത്മാവ്. എസെക്കിയേൽ പ്രവചന പുസ്തകം 47-ാം അധ്യായത്തിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ 9-ാം വാക്യത്തിലും തുടർന്നുള്ള വാക്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നു. ആത്മനദിയെക്കുറിച്ച് കാണാൻ കഴിയുന്നു. 1000 മുഴം അളന്നു, നരിയാണകളുമായി വീണ്ടും 1000 മുഴം അളന്നു. അത് മുട്ടോളമായി വീണ്ടും 1000 മുഴം അളന്നു. അത് അരയോളമായി വീണ്ടും 1000 മുഴം അളന്നു. നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ വയ്യാത്ത വലിയൊരു നദി ഒഴുകിയതായതിനകത്ത് കാണാൻ കഴിയുന്നു. ആ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിച്ചു.
ആമേൻ. ആ നദി ചെന്നെടുത്തൊക്കെയും ശുദ്ധീകരണം നടന്നു. ആമേൻ. വെള്ളം ശുദ്ധിയുള്ളതായി മാറി, സകലതും ജീവനുള്ളതായി മാറി. ആത്മനദി ഒഴുകിയ മേഖലകളിൽ പ്രതീക്ഷിക്കാത്ത നന്മകൾ ഉണ്ടാകാൻ തുടങ്ങി. ആ നദിയുടെ അക്കരയും ഇക്കരയും ഫലങ്ങൾ കായ്ക്കുന്ന ഒത്തിരി വൃക്ഷങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പ്രതീക്ഷിക്കാത്ത ഫലങ്ങൾ, പ്രതീക്ഷിക്കാത്ത നന്മകൾ. വരണ്ട മേഖലകൾക്ക് അകത്ത് നദി ഒഴുകാൻ തുടങ്ങിയപ്പോൾ ആമേൻ പച്ചപ്പുള്ള മേഖലയായി മാറിയതുപോലെ ആത്മനദി ഒഴുകാൻ തുടങ്ങിയാൽ, അഭിഷേകത്തിന്റെ നദി ഒഴുകാൻ തുടങ്ങിയാൽ നിങ്ങൾ ചിന്തിക്കാത്ത സാഹചര്യങ്ങളിൽ പച്ചപ്പ് വെളിപ്പെടാൻ തുടങ്ങും. ആമേൻ. അതിനകത്ത് എനിക്ക് ആ അധ്യായത്തിൽ ഇഷ്ടപ്പെട്ടൊരു ഭാഗമുണ്ട്. ആമേൻ. 12 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നു, ആമേൻ, മാസം തോറും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ട്. ഓ, മഹാത്ഭുതം! മാസം തോറും. ആമേൻ. സാധാരണ ഏത് ഫലമെടുപ്പിലും ഒരു സീസണും ഔട്ട് ഓഫ് സീസണും ഉണ്ട്. പക്ഷേ ഇത് നോക്കി, മാസം തോറും ഫലമാണ്. ഓ, മാസം തോറും കഴിക്കാൻ കൊള്ളുന്ന, രുചിക്കാൻ, ഭക്ഷിക്കാൻ കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ടായി. ആമേൻ. ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ടായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മാസം തോറും ഫലമുണ്ടാകണോ? മാസം തോറും നിനക്ക് അനുഗ്രഹം ഉണ്ടാകണോ? മാസം തോറും പുതിയ നന്മകൾ. അവിടെ എഴുതിയിരിക്കുന്നു പുതിയ ഫലങ്ങൾ. യെസ്, പുതിയ ഫലങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത്, നിന്റെ ജോലിയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ, നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് പുതിയ ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഒറ്റ എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ആത്മനദി നിന്റെ മേൽ ഒഴുകണം. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക്, അഭിഷേകത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് നിന്റെ ജീവിതത്തിൻ്റെ അകത്ത്, നിന്റെ പ്രാർത്ഥനയും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെല്ലാം അഭിഷേകത്തിൻ്റെ ഒഴുക്കുണ്ടോ? നിന്റെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് അഭിഷേകത്തിൻ്റെ ഒഴുക്കുണ്ടോ? നിന്റെ തലമുറയിൽ അഭിഷേകത്തിൻ്റെ ഒഴുക്കുണ്ടോ? നിന്റെ സഭയിൽ അഭിഷേകത്തിൻ്റെ ഒഴുക്കുണ്ടോ? ആമേൻ. നീ ചിന്തിക്കാത്ത ഫലങ്ങൾ നിന്നിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങും. ആമേൻ. ആമേൻ. നിനക്ക് ഫലം കഴിക്കാൻ പറ്റുന്നില്ലേ? പ്രയോജനപ്പെടാൻ പറ്റുന്നില്ലേ? ഉപയോഗിക്കപ്പെടാൻ പറ്റുന്നില്ലേ? ഭാരപ്പെടണ്ട. അഭിഷേകത്തിന്റെ നദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിഷേകത്തിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിഷേകം നിന്റെ മേൽ ഓവർഫ്ലോ ആകട്ടെ. അഭിഷേകം നിന്റെ മേൽ ഒഴുകട്ടെ. അഭിഷേകം നിന്റെ മേൽ ഒഴുകിയാൽ സംഭവിക്കുന്നത്, നിനക്ക് കയറി വരാൻ പറ്റാത്ത മേഖലകളിൽ, ആമേൻ, നിനക്ക് ജീവൻ വെക്കാൻ പറ്റാത്ത മേഖലകളിൽ, ആമേൻ, കയറി വരുവാനും ജീവൻ വെപ്പാനും പരിശുദ്ധാത്മാവ് സഹായിക്കും. ആമേൻ. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ആമേൻ ജീവനുണ്ടായി. ഈ നദി ചെന്നിടത്തെല്ലാം ശുദ്ധീകരണം നടന്നു. ആമേൻ. ഈ നദി ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം ആ നദി അതെല്ലാം ശുദ്ധിയായി തീരുകയാണ്, ശുദ്ധീകരണം നടക്കുകയാണ്. അപ്പം ശുദ്ധീകരണം പ്രാപിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. പലപ്പോഴും തീരുമാനമെടുത്തു, പലപ്പോഴും പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, പക്ഷേ ചിലതിൻ്റെ അകത്ത് വീണു പോവുകയാണ്, പെട്ടുപോവുകയാണ്. ആമേൻ. പേടിക്കണ്ട. ആമേൻ. ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല, ഇനി എനിക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയത്തില്ല, ഇനി എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല, ഇനി എനിക്ക് ശുശ്രൂഷയിൽ കയറി വരാൻ കഴിയത്തില്ല, അയ്യോ എൻ്റെ ദൈവരാജ്യം നഷ്ടപ്പെടും. ഇല്ലെന്നേ. ആമേൻ. നീ ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് ആഗ്രഹിക്കുക. ആത്മനദി വെളിപ്പെടാൻ, അഭിഷേകത്തിന്റെ നദി ഒഴുകാൻ പ്രാർത്ഥിക്കുക. അഭിഷേകത്തിന്റെ നദി നിന്റെ മേൽ വെളിപ്പെട്ടാൽ, ആമേൻ, ശുദ്ധീകരിക്കുന്ന, നിനക്ക് രൂപാന്തരം തരുന്ന, നിനക്ക് മാനസാന്തരം തരുന്ന, നിന്നെ ആമേൻ പുതുക്കത്തിൽ നടത്തുന്ന ഒരു അഭിഷേകത്തിന്റെ നദിയുണ്ട്. ആ നദിയിലേക്ക് നീ ഇറങ്ങാൻ തയ്യാറാകുക. നീ അളന്നു നിൽക്കാതെ അളന്ന് കയറാൻ തയ്യാറാകുക. ആമേൻ. പലർക്കും പറ്റുന്നത്, ആമേൻ, ആത്മനദിയെ അളന്ന് നിൽക്കുക. നോ സഹോദര, നീ അളന്ന് നിൽക്കുക അല്ല ചെയ്യേണ്ടത്. നദിയെ അളന്ന് കയറുക. 1000 മുഴം അളന്ന് കയറുക, 1000 മുഴം അളന്ന് കയറുക, 2000 മുഴം അളന്നു, 3000 മുഴം അളന്നു, 4000 മുഴം അളർന്നു. അളന്ന് നീ കയറുക. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നദിയിലേക്ക് നീ ഇറങ്ങാൻ തയ്യാറായാൽ, ആമേൻ, ആർക്കുമില്ലാത്ത ശുദ്ധീകരണം പരിശുദ്ധാത്മാവ് നിനക്ക് തരും. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കും. ആമേൻ. അടുത്തത്, പരിശുദ്ധാത്മാവ് നമ്മളെ ജീവിപ്പിക്കും.
ജീവനില്ലാത്ത മേഖലകളിൽ ആ മനുഷ്യനൊരു ജീവനില്ലെന്ന്, അവളൊരു വാക്കിന് ബലമില്ലെന്ന്, നോ, അങ്ങനെ പറയണ്ട. അഭിഷേകത്തിൽ അവൻ നിറയാൻ പ്രാർത്ഥിക്കുക. അഭിഷേകം ആ മകന്റെ മേൽ ഒഴുകാൻ പ്രാർത്ഥിക്കുക. അഭിഷേകം അവന്റെ മേൽ ഒഴുകിക്കഴിയുമ്പോൾ അവൻ ചലനമില്ലാത്ത മേഖലകളിൽ അവന് ചലനമുണ്ടാകും. ജീവനിൽ നിന്ന് പറയുന്ന നിർജീവ അവസ്ഥകൾ മാറും. ജീവന്റെ തുടുപ്പുകൾ, ജീവന്റെ അനക്കങ്ങൾ അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ആത്മനദി ഒഴുകിയാൽ ജീവനില്ലാത്ത മേഖലകൾ, ചലനമറ്റുപോയ വ്യക്തികൾ, അറ്റുപോയ ശരീരങ്ങൾ, നിർജീവമായ ഗർഭപാത്രങ്ങൾ, തലമുറ ഉണ്ടാകാത്ത വ്യക്തികൾ, അവർക്ക് തലമുറയുണ്ടാകും. ഈ നദിയിൽ ഒഴുകിയ മതി, അഭിഷേകത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നദി. ഇത് ഒഴുകുന്നത് ഇത് സ്വർഗത്തിൽ നിന്ന് ഒഴുക്കായതുകൊണ്ട്, ഇത് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഈ നദി ഒഴുകുന്നത് കൊണ്ട് നിനക്ക് വേണ്ടതെല്ലാം ഈ നദി ഉത്ഭവിച്ചു തരും, ഈ നദി ഉണ്ടാക്കി തരും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന വ്യക്തികളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ജീവൻ വേണ്ട ഏത് മേഖലയിലാണോ, ജീവൻ നഷ്ടപ്പെട്ടത് ഏത് മേഖലയിലാണോ, അഭിഷേകത്തെ കൊതിക്കുക. ആത്മനദിയെ എൻ്റെ മേൽ ഒഴുകണമേ, കർത്താവേ എന്നോട് കരുണ കാണിക്കണം, ആത്മനദിയെ എൻ്റെ മേൽ ഒഴുക്കണം. എൻ്റെ ചലനമറ്റ മേഖലകൾക്ക് ഒരു ചലനമുണ്ടാക്കുന്ന, ജീവൻ വെപ്പിക്കുന്ന ആ നദിയെ എൻ്റെ മേൽ ഒഴുക്കണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ മേൽ ആ നദി ഒഴുകാൻ തുടങ്ങും. ആമേൻ. മറ്റാർക്കുമില്ലാത്ത ഒരു ജീവൻ, ഒരു ധൈര്യം, ഒരു ഉന്മേഷം നിന്റെ അകത്ത് വെളിപ്പെടും. ഇപ്പോൾ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നവരാണോ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിരാശപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ ഭാരപ്പെടേണ്ട. ആത്മനദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിഷേകം നിന്റെ മേൽ ഇറങ്ങിയാൽ, അഭിഷേകത്തിന്റെ നദിമേൽ നിന്റെ മേൽ വെളിപ്പെട്ടാൽ, നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട, നിന്നെ പോലെ ശക്തനായ, നിന്നെ പോലെ മാനിക്കപ്പെടുന്ന വ്യക്തി വേറെ ഉണ്ടാകത്തില്ല. ആത്മനദി, അഭിഷേകത്തിന്റെ നദി നിന്റെ മേൽ ഒഴുകട്ടെ. ഈ അഭിഷേകത്തിന് നദി ഒഴുകുമ്പോൾ മറ്റൊരു പ്രത്യേകത അധ്യായത്തിൽ കാണുന്നതിനെയാണ്. നദികളിൽ, മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന മത്സ്യങ്ങൾ പോലെ ഈ സാധാരണ നദിക്കകത്ത് ഉണ്ടാകാൻ തുടങ്ങി. അസംഖ്യം, എണ്ണാൻ പറ്റാത്ത വിധത്തിൽ കടലിൽ, മഹാസമുദ്രങ്ങളിൽ ഉണ്ടാകുന്ന മത്സ്യങ്ങൾ ഇപ്പോഴത്തെ സാധാരണ ഒരു നദിക്കകത്ത് ഉണ്ടായേക്കുന്നു. സാധ്യതയില്ലാത്ത മേഖലകളിൽ ചിന്തിക്കാത്ത സാധ്യതകളെ സൃഷ്ടിപ്പിക്കുന്നതാണ് ഈ നദി. ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ, നീ ചിന്തിക്കാത്ത നന്മകൾ നിന്റെ വീടിൻ്റെ അകത്ത് വിളിച്ചു വരുത്തുന്ന ഈ അഭിഷേകത്തെ നീ പ്രാപിക്കാൻ തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ വിദ്യാഭ്യാസത്തിന് നേടാൻ കഴിയാത്തത്, നിന്റെ സർട്ടിഫിക്കറ്റുകൾക്ക് നേടാൻ പറ്റാത്തത്, നിന്റെ വിദ്യാഭ്യാസങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയാത്തത്, നിന്റെ പിടിപാടുകൾക്ക് നേടാൻ പറ്റാത്തത് അഭിഷേകം നിന്റെ കൈക്കകത്ത് കൊണ്ടുതരും. ആമേൻ. അഭിഷേകം നിന്നെ എത്തേണ്ടിടത്ത് എത്തിക്കും. ആത്മനദിക്ക് വേണ്ടി കുതിക്കാൻ തയ്യാറുള്ളവർ, ആഗ്രഹിക്കുന്നവർ, ആമേൻ, പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. ആത്മനദിയെ എന്നിലൂടെ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുക. അനേകർക്ക് നീ ഒരു അനുഗ്രഹമായി മാറട്ടെ, അനേകർക്ക് നീ ഒരു നന്മയായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകം, ഇത് കേൾക്കുന്നവരുടെ മേൽ അഭിഷേകത്തിന്റെ ഒരു ചലനം ഉണ്ടാകട്ടെ. ഈ ദൈവ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ ആമേൻ, ആമേൻ, ഒതുങ്ങിപ്പോയ, ക്ഷീണിച്ചു പോയ, ശുശ്രൂഷയിൽ തളർന്നു പോയ, ശുശ്രൂഷയിൽ മുരടിച്ചു പോയ, ശുശ്രൂഷയിൽ മടുത്തുപോയ, ആമേൻ, ചിലതിന്റെ മീതയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകട്ടെ. അവരെ ജീവിപ്പിക്കുന്ന, അവരെ ശക്തീകരിക്കുന്ന, അവർക്ക് ഉന്മേഷം നൽകുന്ന, അവർക്ക് ആരോഗ്യം നൽകുന്ന, അവർക്ക് എനർജി നൽകുന്ന, ആത്മാവിന്റെ എനർജി നൽകുന്ന അഭിഷേകം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ, കേൾക്കുന്നവരുടെ മേൽ, സ്വീകരിക്കുന്നവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ നദി ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പാടിന്റെ, പ്രവചനത്തിന്റെ നദികൾ ഇവരുടെ മേൽ ഒഴുകട്ടെ. വാഗ്ദത്തങ്ങളുടെ നദി ഒഴുകട്ടെ. അഭിഷേകത്തിന്റെ ചലനമുണ്ടാകട്ടെ.
അനേകരെ കത്തിപ്പിക്കുന്ന, അനേകരെ പുറത്തെടുക്കുന്ന, അനേകരെ സൗഖ്യമാക്കുന്ന, അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന അഭിഷേകത്തിന്റെ നദി ആമേൻ ഈ ജനത്തിന്റെ മേൽ ഒഴുകട്ടെ. ഹല്ലേലൂയ. അദ്ദേഹത്തിൽ കാണുന്ന മറ്റൊരു കാര്യം ഇതാണ്. ആമേൻ. മാസം തോറും ഫലം കഴിക്കുന്നു. അപ്പോൾ തന്നെ ആ മരത്തിന്റെ ഇല ചികിത്സയ്ക്ക് പ്രയോജനപ്പെടുന്ന ഉതകുന്നതാണ്. ആമേൻ. ചികിത്സിക്കാൻ പറ്റുന്ന, രോഗികൾക്ക് സൗഖ്യം നൽകുന്ന, ചികിത്സയ്ക്ക് പറ്റിയ ഇല അതിനകത്തുണ്ടാകും. ആമേൻ. അപ്പൊ സൗഖ്യം, ഈ നദി ചെന്നാൽ സൗഖ്യം നടക്കും, നന്മയുണ്ടാകും, ഫലം കായ്ക്കും, ചിന്തിക്കാത്ത നന്മയുണ്ടാകും, ജീവനുണ്ടാകും, ശുദ്ധീകരണം ഉണ്ടാകും. ഈ അഭിഷേകത്തിന്റെ നദിക്കകത്ത് സകലതുമുണ്ട്. ആമേൻ. എൻ്റെ പ്രിയരെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ, നിങ്ങൾ അളക്കുന്നവരാകരുത്. പ്ലീസ്, നിങ്ങൾ അളന്ന് കയറുന്നവരാകുക. ആമേൻ. ആമേൻ. നരിയാണിയോളം നീ അളന്നു, മുട്ടോളം അളന്നു. അളന്നവിടെ നിന്ന് നോക്കി അളക്കാതെ വീണ്ടും നീ അളന്ന് കയറുക. ആമേൻ. വീണ്ടും 1000 മുഴം അളക്കുക. ആമേൻ. അങ്ങനെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മനദിയിലേക്ക് സഹോദര അഭിഷുദ്ധനെ നിങ്ങൾ കയറുക. നിന്നെക്കുറിച്ചുള്ള പദ്ധതിയിലേക്ക്, നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് നീ കയറുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ആരും നിന്നെ കരം പിടിച്ച് ഉയർത്തുന്നൊന്നുമില്ല. ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു വേണ്ടെന്നേ. ആര് കൈപിടിക്കാൻ? പരിശുദ്ധാത്മാവുള്ളപ്പോൾ നീ എന്തിനെ പേടിക്കുന്നേ? നീ എന്തിനെ ചഞ്ചലപ്പെടുന്നു? ഞാൻ ഒത്തിരി സഹോദരന്മാർ, ഒത്തിരി ദൈവദാസന്മാർ വിളിക്കാറുണ്ട്. ദൈവദാസനെ ഞങ്ങളൊന്ന് കൈത്താങ്ങാനോ, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനോ, ഞങ്ങളെ ഒന്ന് കയറ്റിക്കൊണ്ടുവരുന്ന ആരുമില്ല ദൈവദാസനെ. എല്ലാവരും അങ്ങനെ. അയ്യോ, ജനത്തെ നോക്കരുത്. ആമേൻ. ദൈവദാസന്മാരെ ഇവരൊന്നും നോക്കാൻ ആരും കുറ്റം പറയണ്ട. നമ്മൾ അങ്ങ് കയറുന്നു. ആമേൻ. എടേ, നിന്നെ വിളിച്ചത് പരിശുദ്ധാത്മാവല്ലേ, കർത്താവല്ലേ നിന്നെ വിളിച്ചേ. ഒരു നാളും ഞാൻ നിങ്ങളെ കൈവിടത്തിൽ എന്ന് പറഞ്ഞത് യേശു അല്ലേ. യേശു അങ്ങനെ പറഞ്ഞാലും മാറ്റമൊന്നുമില്ല. കർത്താവ് നിന്നെ കൈവിടത്തില്ല. ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും, ആമേൻ, ആരെല്ലാം നിനക്കെതിരെ അടക്കം പറഞ്ഞാലും, ആരെല്ലാം കളിയാക്കിയാലും, സഹോദര, എൻ്റെ വെളിപ്പാടിനൊന്നും ആരും ആമയും പറഞ്ഞില്ലെങ്കിലും പേടിക്കണ്ട. നിനക്കൊരു പ്രാർത്ഥന മുറിയുണ്ടോ? ഉണ്ടേ, നീ രക്ഷപ്പെട്ടു. ആമേൻ. സഹോദരി, നിങ്ങൾക്കൊരു പ്രാർത്ഥന മുറിയുണ്ട്. അഭിഷേകത്തിനെ, നിങ്ങൾക്കൊരു പ്രാർത്ഥന മുറിയുണ്ടോ? രക്ഷപ്പെട്ടു. നിന്നെ തകർക്കാൻ ഈ ലോകത്തിൽ ഒന്നിനും കഴിയത്തില്ല. ആമേൻ. നിനക്കൊരു പ്രാർത്ഥന മുറി വേണം. നിനക്ക് ദൈവവുമായി വ്യക്തിപരമായി ബന്ധമുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ഒന്നിനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മനദിയിലേക്ക് എന്നെ ഇറക്കണമേ. എൻ്റെ കുടുംബത്തിലേക്ക് ആത്മനദിയെ ഒഴുക്കണമേ. എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് ആത്മനദിയെ ഒഴുക്കണമേ. എൻ്റെ തലമുറകളിലേക്ക് ആത്മനദിയെ ഒഴുക്കണമേ. ഞങ്ങൾക്ക് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മനദി ഞങ്ങളിലേക്ക് ഒഴുകട്ടെ. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന, ഞങ്ങളെ ജീവിപ്പിക്കുന്ന, ഞങ്ങൾക്ക് ഫലം കായ്ക്കാൻ പറ്റുന്ന, ആ മാസത്തോറും ഫലം കായ്പിക്കുന്ന ആത്മനദിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹോ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ നദി കുടുംബങ്ങളിൽ, സഭയ്ക്കകത്ത് ഒഴുകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ആമേൻ. ചോദിക്കുന്നവർക്ക് മേൽ, ആഗ്രഹിക്കുന്നവരുടെ മേൽ ആമേൻ തൃപ്തി വരുത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നു, ആമേൻ, ട്രഡീഷൻ സഭകളുടെ അകത്ത് വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നോട് കഴിഞ്ഞ രാത്രികളിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ശബ്ദം ഞാൻ കൈമാറുകയാണ്. ആമേൻ. ട്രഡീഷൻ ചർച്ചുകളുടെ അകത്ത് ആമേൻ ലിമിറ്റേഷൻ വെച്ച്, ലിമിറ്റുകൾ വെച്ച് ആരാധിക്കുന്ന, ആമേൻ, ആരാധന പുസ്തക്രമം പോലെ നടത്തുന്ന സഭകളുടെ അകത്ത് വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. അത് ആമേൻ, ആമേൻ, ആമേൻ. കേരളം അത് കാണാൻ പോവുകയാണ്.
പാരമ്പര്യ ചർച്ചകളുടെ അകത്ത് ആമേൻ ആമേൻ അഭിഷേകത്തിൻ്റെ ഒരു നദി ഒഴുകാൻ പോകുന്നു. ആമേൻ അവിടെയുള്ള യൂത്ത്സുകൾ അഭിഷേകത്തോടെ പുറത്തു വരാൻ പോകുന്നു. ആമേൻ പല ചർച്ചകളിൽ നിന്ന് പല സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ യൂത്ത് എന്നെ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, അവർ വിഷയം ഷെയർ ചെയ്യാറുണ്ട്. പാസ്റ്ററെ, ഞങ്ങൾക്കൊന്ന് ആമേൻ സന്തോഷത്തോടെ ആത്മനിറവിൽ ആരാധിച്ചിട്ട് നാളുകളായി, വർഷങ്ങളായി പാസ്റ്റർ, ഞങ്ങളുടെ ചർച്ചിൻ്റെ അകത്തൊരു ആരാധന ഫ്രീഡം ഇല്ല പാസ്റ്റർ. ആമേൻ സകല ആമേൻ കെട്ടുറപ്പുകളെ, അതായത് ആമേൻ ഒരു ഫ്രീഡം കൊടുക്കാതെ, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം കൊടുക്കാതെ പൂട്ടിയിട്ടേക്കുന്ന മേഖലകളെ പരിശുദ്ധാത്മാവ് പൊളിച്ച് ആമേൻ ആമേൻ സമയ ലിമിറ്റുകൾ വെച്ചിരിക്കുന്ന ആരാധനാലയങ്ങളുടെ അകത്ത് ആമേൻ സമയ ലിമിറ്റേഷൻ ഇല്ലാതെ ആമേൻ തുടങ്ങാനൊരു ടൈമുണ്ട്, നിർത്താനൊരു ടൈമില്ലാതെ അഭിഷേകത്തിൻ്റെ നദി സഭകളിൽ ഒഴുകാൻ പോകുന്നു. കേരളത്തിലെ സഭകളിൽ അഭിഷേകത്തിൻ്റെ നദി ഒഴുകാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുക. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദങ്ങൾക്ക് എനിക്ക് ഗ്യാരണ്ടിയാണ്. കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുടെ അകത്ത്, ട്രഡീഷൻ സഭകളുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ മൂവിങ് ഉണ്ടാകാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നദി ഒഴുകാൻ പോകുന്നു. സഭയ്ക്കകത്ത് നിർത്താൻ പറ്റാത്ത ആരാധന ഉണ്ടാകാൻ പോകുന്നു. യുവതി യുവാക്കൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ പ്രവചിക്കാൻ പോകുന്നു. അഭിഷേക വലിയ നിറവ് സഭാ ഹോളിന്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നു. ആമേൻ ആമേൻ പഴയ ശൈലികൾ 2-3 പാട്ടുപാടി ആമേൻ 2-3 പ്രാർത്ഥിച്ചു ഇങ്ങനെ പോകുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിപാടികൾ നിർത്തിയിട്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടുള്ള, ആത്മനിയോഗത്തോടുള്ള ആരാധനയും മെസ്സേജുകളും ഉണ്ടാകാൻ പോകുന്നു. സഭകൾക്ക് അകത്തിനി അത്ഭുതങ്ങൾ ഉണ്ടാകും, രോഗസൗഖ്യം ഉണ്ടാകും, അടയാളങ്ങൾ ഉണ്ടാകും, വീര്യപ്രവർത്തനം ഉണ്ടാകും. പെന്തക്കോസ്ത് നാളിൽ ഇല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നടന്നിരിക്കുന്ന ആമേൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ശുശ്രൂഷകളും ഇനി ഉള്ള നാളുകൾ പെന്തക്കോസ്ത് ഹോളത്തിന്റെ അകത്ത് ട്രഡീഷൻ ചർച്ചുകളുടെ അകത്ത് ഉണ്ടാകാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിനെതിരെയും വിമർശിക്കുന്നവരുണ്ടാകാം, നോ പ്രോബ്ലം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിമർശിക്കുന്ന സഹോദര സഹോദരി, നിന്നെ പരിശുദ്ധമായി ഉപയോഗിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവജനം പ്രാർത്ഥിക്കുക. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ സഭകളുടെ അകത്ത് സംഭവിക്കട്ടെ. ആത്മാവിൻ്റെ വലിയ ഒഴുക്ക് നമ്മുടെ സഭകളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധമാ പറഞ്ഞ 1-2 പ്രവചന ശബ്ദം കൂടെ ഞാൻ കൈമാറുന്നു. ദൈവജനം പ്രാർത്ഥിക്കുമല്ലോ. നമ്മുടെ ഭാരതത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിൽ വലിയ സുനാമി ഭീഷണി ഭാരതം നേരിടാൻ പോകുന്നു. ദൈവജനം ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ സുനാമി ഭീഷണി ഭാരതം നേരിടാൻ പോകുന്നു. ആമേൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അകത്ത് വലിയ ഭൂമി കുലുക്കം ഉണ്ടാകാൻ പോകുന്നു. 6 പോയിന്റ് തീവ്രത രേഖപ്പെടുത്തുന്നതും 7 പോയിന്റ് തീവ്രത രേഖപ്പെടുത്തുന്നതുമായ ഭൂചലനം, തുടർചലനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിൻ്റെ അകത്തും ഈ ഒരു സംഭവം, ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇത് ഇന്ത്യക്ക് വലിയ ഭീഷണിയായി മാറുന്ന ഒരു സംഭവമാണ്. ദൈവജനം ഇതിൻ്റെ തീവ്രത, ഈ ഭൂകമ്പത്തിൻ്റെ തീവ്രത കുറയാൻ ദൈവജനം പ്രാർത്ഥിക്കുക. വലിയ സുനാമി ഭീഷണി ഇന്ത്യ നേരിടാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ആരും നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ. ആമേൻ. ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനം ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതിൻ്റെ തീവ്രത കുറയട്ടെ. കർത്താവിൻ്റെ അത്ഭുതം വെളിപ്പെടട്ടെ. ആമേൻ. വീണ്ടും ഒരു പ്രവചന ശബ്ദം കൈമാറുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ന്യൂയോർക്കിന് വേണ്ടി പ്രാർത്ഥിക്കുക. ന്യൂയോർക്ക് എന്ന പട്ടണത്തിൻ്റെ അകത്ത് വലിയ ഭൂമി കുലുക്കം ഈ വരും നാളുകളിൽ ഉണ്ടാകും. ആമേൻ. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറഞ്ഞ ദൈവശബ്ദത്തെയാണ് കൈമാറുന്നത്. അമേരിക്കയിൽ ന്യൂയോർക്ക് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ അകത്ത് 7.2 8 പോയിന്റ് തീവ്രത രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള വൻ ഭൂകമ്പം അമേരിക്കയിൽ ന്യൂയോർക്ക് എന്ന പട്ടണത്തിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക.
ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിലേക്ക് ഈ മെസ്സേജുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക. അവർ പ്രാർത്ഥിക്കട്ടെ. അതിൻ്റെ ഭൂകമ്പത്തിൻ്റെ തീവ്രത കുറയട്ടെ. കർത്താവ് കരുണ കാണിക്കാൻ, അത്ഭുതം നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ള പ്രവചന ശബ്ദങ്ങളിൽ പറഞ്ഞ പ്രവചന ശബ്ദങ്ങളായിരുന്നു വലിയ ഭൂകമ്പങ്ങൾ രാജ്യങ്ങൾ നേരിടാൻ പോകുന്നു. ആമേൻ. ഈ വർഷത്തെ ആദ്യ ടൈമുകളിൽ പറഞ്ഞ മെസ്സേജുകളാണ്. അത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിൽ പറഞ്ഞ പദവി ഇതായിരുന്നു: റെഡ് കളർ കൊടികൾ ഏതൊക്കെ രാജ്യത്തുണ്ടോ ആ രാജ്യത്തൊക്കെയും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇന്ന് വന്ന ന്യൂസിൽ കണ്ടു, ഒരു രാജ്യത്ത് ഭൂമികുലുക്കം ഉണ്ടായി. 7.7 തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂമികുലുക്കം. തായ്ലാൻഡ് അത് എന്താ പറയുക, വലിയ പടുകൂറ്റൻ ബിൽഡിങ്ങുകളൊക്കെ സെക്കൻഡുകൾ കൊണ്ട് നിലം പൊത്തി നിൽക്കുന്ന ഒരു സംഭവമാണ് നടന്നത്. ദൈവജനം പ്രാർത്ഥിക്കുക. കർത്താവ് ഇത് മുൻകൂട്ടി അറിയിക്കുന്നത്. അതിൻ്റെ തീവ്രത കുറയട്ടെ, ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേക അമേരിക്കയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അമേരിക്കയിൽ ഈ വലിയൊരു ഭൂകമ്പത്തിൻ്റെ അനർത്ഥത്തിൻ്റെ തീവ്രത കുറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക പദ്ധതികൾ അതുപോലെ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനം ഒരുങ്ങട്ടെ. വീണ്ടും ദൈവാത്മാവിനെ ഓർപ്പിച്ച അടുത്ത ദൈവശബ്ദം ഞാൻ കൈമാറുന്നു. ഒരു പകർച്ചവ്യാധി ഉണ്ടാകുന്നു. മനുഷ്യരിലല്ലത്, മൃഗങ്ങളിൽ വലിയ പകർച്ചവ്യാധി ഉണ്ടായി. കൂട്ടത്തോടെ ഫാമുകളിലും അല്ലാതെ കൂട്ടത്തോടെ മൃഗങ്ങൾ ചത്തു വീഴുന്ന വിധത്തിൽ വലിയൊരു പകർച്ചവ്യാധി, കുളമ്പ് രോഗം പോലെയുള്ള വലിയ പകർച്ചവ്യാധി മൃഗങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു. അത് ജനസമൂഹത്തിനും അത് ഭീഷണിയായി മാറുന്ന ഒരു പകർച്ചവ്യാധി മൃഗങ്ങളിൽ ഉണ്ടാകുന്നു. അത് നാട്ടിലെ മൃഗങ്ങളിലും കാട്ടിലെ മൃഗങ്ങളിലും ആ ഒരു പകർച്ചവ്യാധി ഉണ്ടാകും. എങ്ങോട്ട് തിരിഞ്ഞാലും മൃഗങ്ങൾ ചത്തു കിടക്കുന്നത് കാണുന്ന ഒരു അന്തരീക്ഷം പോലെ ഒരു സംഭവം ഉണ്ടാകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. അതിൻ്റെയും തീവ്രത കുറയട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. മറ്റൊരു ദൈവശബ്ദം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് ദൈവമക്കൾ കൈമാറുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ലോക രാജ്യങ്ങൾ മുഴുവൻ സ്തംഭിക്കുന്ന വിധത്തിൽ, ലോക രാജ്യങ്ങൾ മുഴുവൻ സ്റ്റക്കായി പോകുന്ന വിധത്തിൽ ഉള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. GPS സംവിധാനങ്ങൾ നിലച്ചു പോകുന്നു. ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ നിലച്ചു പോകുന്നു. ഇതിൻ്റെ സിഗ്നലുകളെല്ലാം ബ്രേക്കായി പോയി ലോകം മുഴുവൻ നിശ്ചലമാകുന്ന, ക്രയവിക്രയങ്ങൾ നടക്കാൻ പറ്റാതെ, ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റാതെ, ഒരു ബിസിനസ്സുകളൊന്നും ചെയ്യാൻ പറ്റാതെ ആകെ ലോകം സ്തംഭിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. നെറ്റ്വർക്കുകൾ സ്റ്റക്കായി പോകും. 1-2 ദിവസങ്ങൾ ഇത് സ്റ്റക്കായി പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ശബ്ദത്തെ അറിയിക്കുന്നു. ദൈവത്തിന് പ്രാർത്ഥിക്കുക. അങ്ങനൊരു സംഭവം ഉണ്ടായാൽ ലോകം സ്റ്റക്കായി പോകും. നമുക്ക് പരസ്പരം ഫോൺ ചെയ്യാനോ ആരുമായി കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും കഴിയത്തില്ല. ഇപ്പോൾ അധികം ബിസിനസ്സുകൾ നടക്കുന്നത് ഓൺലൈൻ വഴിയാണ്. ഇതൊന്നും നടക്കത്തില്ല. പണം ട്രാൻസാക്ഷൻ ചെയ്യാനോ ഒന്നും നടക്കാതെ മൊത്തം സ്റ്റക്കായി പോകുന്ന വിധത്തിൽ ഇൻ്റർനെറ്റ്, GPS സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള മേഖലകളിൽ സിഗ്നൽ സംവിധാനങ്ങളെല്ലാം നിലച്ചു പോകുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. വലിയ പ്രതിസന്ധിയിൽ നിന്ന് ലോകരാജ്യങ്ങളെ ദൈവം സംരക്ഷിക്കട്ടെ. ആ വിഷയം പ്രാർത്ഥിക്കുന്ന ജനത്തിലേക്ക് ഞാൻ കൈമാറുന്നു. ദൈവജനം ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഈ പ്രവചന ശബ്ദങ്ങളെ നിങ്ങൾ കേൾക്കുകയും ഇതിനെ ഷെയർ ചെയ്യുകയും ചെയ്യുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് കൈമാറുക. പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിൻ്റെ നദിയിലേക്ക്
ജനങ്ങൾ ഇറങ്ങുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു. ആത്മനദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബത്തിൻ്റെ അകത്ത്, തലമുറകളിൽ, ജീവിത പങ്കാളിയിൽ, ശുശ്രൂഷയിൽ ആത്മനദി ഒഴുകട്ടെ. ആത്മനദി ഒഴുകുന്ന വർഷമായത് മാറട്ടെ. ആത്മനദി ഒഴുകുന്ന മാസങ്ങളായത് മാറട്ടെ. അതിനുവേണ്ടി നമ്മൾ തന്നെ ഒരുക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ആ നിറവിലേക്ക് അയക്കണമേ. നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മളെ ജീവിപ്പിക്കുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന, മാസം തോറും ഫലം കൊടുക്കുന്ന, സൗഖ്യമാക്കുന്ന, വിടുതൽ രക്ഷയും കൊടുക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നദി ജനങ്ങളുടെ മേൽ കവിയട്ടെ. അഭിഷിക്തന്മാരിൽ ഒഴുകട്ടെ. ദൈവസഭയിൽ ഒഴുകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവജനം പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഷെയർ ചെയ്യുക. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കട്ടെ. ഈ ദൂതുകളെ റിസീവ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ വീടിൻ്റെ അകത്ത്, അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.